ഹായ് ഡിയർ സ്റ്റുഡൻസ്, 2024 മെയ് 5-ാം തീയതി നടന്ന നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വളരെ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതിലും മുൻപേ തന്നെ ഈ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. നമ്മുടെ എല്ലാവരുടെയും സ്കോർ കാർഡ്, ആ സ്കോർ കാർഡിനുള്ളിൽ ഓൾ ഇന്ത്യ റാങ്കും നീറ്റ് സ്കോറും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പേരൻസിൻ്റെയും കുട്ടികളുടെയും ഇടയിൽ പല തലങ്ങളിലുള്ള ആശയക്കുഴപ്പങ്ങൾ. അതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, നിലവിൽ നീറ്റ് സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനോടനുബന്ധിച്ച് ചില അവ്യക്തതകൾ ഒക്കെ നിലനിൽക്കുന്നു. അതിൽ ഒന്ന്, റാങ്കിങ്ങിലുണ്ടായിരിക്കുന്ന ചില പോരായ്മകൾ. അത് വരും ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടുമെന്നുള്ളത് കരുതുകയാണ്. ഏത് തലങ്ങളിലാണ് എന്നുള്ളത് വരും ദിവസങ്ങളിലെ മാധ്യമ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീറ്റിൽ 720 ഏകദേശം 67 കാൻഡിഡേറ്റ്സ്, കേരളത്തിൽ നിന്ന് 4 പേര് ഉൾപ്പെടെ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നീറ്റിലെ കട്ട് ഓഫ് സ്കോർ വളരെ കൂടുതലാണ്. നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കി. ആ സ്കോർ കാർഡിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഏകദേശം 164 ജനറൽ കാറ്റഗറിയിലെ കുട്ടികളുടെ കട്ട് ഓഫ് സ്കോർ. റിസർവ്ഡ് കാറ്റഗറിയിലെ കുട്ടികളുടേത് 129 കട്ട് ഓഫ് സ്കോർ. നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കി. അതിനനുതാപികമായിട്ട് 2023 ഒരു നിശ്ചിത സ്കോർ, നീറ്റ് സ്കോറിനോട് അനുബന്ധിച്ചുള്ള റാങ്കും 2024 റാങ്കും തമ്മിൽ വളരെ വലിയ ഒരു അന്തരംഗം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. മറ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വരും ദിവസങ്ങളിൽ ഓരോരോ വീഡിയോയിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിലവിൽ ലഭ്യമായത് നമ്മുടെ നീറ്റ് സ്കോർ കാർഡാണ്. ഇനി നമ്മളുടെ 2 തലങ്ങളിലെ കൗൺസിലിംഗ് ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്നതും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്. അതിൽ സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന കൗൺസിലിങ്ങിലേക്ക് നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നു. ഇനി നമുക്ക് ലഭ്യമായ ഈ നീറ്റ് സ്കോർ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനായിട്ട് ഈ വരും ദിവസങ്ങളിൽ തന്നെ കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷനുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. നീറ്റ് എഴുതിയ കാൻഡിഡേറ്റ്സ് എല്ലാം അവരുടെ ആ നീറ്റിൻ്റെ റോൾ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടും, ഇൻക്ലൂഡിങ് കാറ്റഗറി ലിസ്റ്റ്. അതിനുശേഷമായിരിക്കും കൗൺസിലിംഗ് പ്രോസസ്സ് ആരംഭിക്കുക. കൗൺസിലിംഗ് പ്രോസസ്സ് ഓൾ ഇന്ത്യയിൽ 4 റൗണ്ട്, കഴിഞ്ഞ വർഷം അപ്രകാരം ഏകദേശം അതേപോലെ തന്നെ ഈ വർഷവും പ്രതീക്ഷിക്കാം. 4 റൗണ്ട് കൗൺസിലിംഗ് ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അതുപോലെ തന്നെ 4 റൗണ്ട് കൗൺസിലിംഗ് ഉണ്ട്. ആദ്യം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ് റൗണ്ട് 1. അതിന് തൊട്ട് പുറകെയായിട്ട് ഒരു നിശ്ചിത നമ്പർ ഓഫ് ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൗൺസിലിംഗ് റൗണ്ട് 1 ആരംഭിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് യഥാവിധ സമയങ്ങളിൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടാവുന്നതാണ്. അപ്പോൾ കട്ട് ഓഫ് സ്കോർ കണ്ടു. ഇനി ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യം, വസ്തുതകൾ. നമുക്കറിയാം, ഇന്ത്യയിൽ ഏകദേശം ഗവൺമെൻറ് പ്രൈവറ്റ് മേഖലകളിലായിട്ട് 1,00,000-ൽ പരം MBBS സീറ്റുകൾ, എക്സാക്ട് വാല്യൂ 1,09,000 അടുത്താണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ നോക്കുമ്പോൾ പലയിടത്ത് പല രീതിയിലുള്ള നമ്പറുകൾ, ഈ സീറ്റുകളിലെ വ്യത്യാസങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ്, ആ നമ്പറിൽ വേരിയേഷൻ വരാൻ. ചില ഇൻഫർമേഷൻസ് നൽകുന്നവർ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ഉൾപ്പെടുത്തണമെന്നില്ല, ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ സീറ്റ് അതിനുള്ളിൽ മെൻഷൻ ചെയ്യപ്പെടണമെന്നില്ല. അപ്പോൾ ഏകദേശം നമ്മൾ അറിഞ്ഞിരിക്കുക, 1,00,000-ൽ പരം MBBS സീറ്റുകൾ പ്രൈവറ്റ് മെഡിക്കൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ MBBS സീറ്റ് അറിഞ്ഞിരിക്കുമല്ലോ. ഇനി ഇതിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഏകദേശം 386 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കേരളത്തിലെ 12 മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, അങ്ങനെ ഏകദേശം 55,880 സീറ്റുകളാണ് ഗവൺമെൻറ് മെരിറ്റ് MBBS സീറ്റുകൾ. അതിനുള്ളിൽ ഓൾ ഇന്ത്യ കോട്ടയും ഉണ്ട് കേട്ടോ. ഓൾ ഇന്ത്യ കോട്ട നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ ഏകദേശം 9 മെഡിക്കൽ കോളേജുകളിലായിട്ട് 200-ൽ പരം ഓൾ ഇന്ത്യ കോട്ട സീറ്റ്. അത് നമുക്കറിയാം അല്ലേ. 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട റിസർവേഷൻ, ബാക്കി 85% സീറ്റാണ് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് അലോട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്.
നേരത്തെ നമ്മൾ കണ്ടത് MBBS സീറ്റാണ്. അത് കൂടാതെ BDS ഏകദേശം 27,000-ഓളം സീറ്റുകൾ, അതുപോലെ തന്നെ ആയുഷ് വിഭാഗത്തിൽ ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി അങ്ങനെ ആ മേഖലകളിലായിട്ട് 50,000-ൽ പരം സീറ്റുകൾ. അതുകൂടാതെ നമ്മളുടെ വെറ്റിനറി സയൻസ്, ആനിമൽ ഹസ്ബൻഡറി ആ മേഖലയിൽ ഏകദേശം 525-ഓളം സീറ്റുകൾ. അപ്പോൾ ഇത്രമാത്രം സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻസ് ആണ് നീറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. 24 ലക്ഷത്തിൽ പരം എഴുതിയവർ, 23 ലക്ഷത്തിൽ പരം അത് നീറ്റ് ക്വാളിഫൈ ചെയ്തവരുടെ എണ്ണം ഏകദേശം 12 ലക്ഷം 13 ലക്ഷം ഈ ഒരു റേഞ്ചാണ്. അതിനുള്ളിൽ ഏകദേശം എല്ലാവിധ മേഖലകളിലെയും സീറ്റുകൾ ഇത്രമാത്രമാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, കഴിഞ്ഞ വർഷം നീറ്റിൽ 700 സ്കോർ കിട്ടിയ കുട്ടിയുടെ റാങ്ക് 2023 338 ആ ഒരു റേഞ്ച് ആയിരുന്നു. അത് ഈ വർഷം 2024 വന്നപ്പം ഏകദേശം അത് കാണുന്നത് 1900. 338 എന്നുള്ളത് 1900, അതായത് 700 റേഞ്ച് സ്കോർ 1900. 720 തന്നെ 67 പേരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി 695 സ്കോർ റേഞ്ച് വരുമ്പോൾ 2023 500 പേര്, നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ റാങ്കിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അത് 2024 ഇപ്പോൾ 2950 പേര് വരുന്നുണ്ട്. ഇനി ഒരു 650 റേഞ്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം 7280 റാങ്ക് കാണിക്കുന്നതെങ്കിൽ, ആ ഒരു റേഞ്ചിലാണ് റാങ്ക് കാണിക്കുന്നതെങ്കിൽ ഇപ്പോൾ 2024 650 റേഞ്ച് കാണിക്കുന്നത് 29,000 29,000 റാങ്ക് കാണിക്കുന്നത്. ഇനി കുറച്ചും കൂടെ താഴോട്ടൊരു സ്കോർ നോക്കുകയാണെങ്കിൽ 625 വരുമ്പോൾ, 650 625 വരുമ്പോൾ 2023 15,700 ആ ഒരു റാങ്ക് ആയിരുന്നു കാണിച്ചിരുന്നതെങ്കിൽ 2024 ആ റാങ്കിന്റെ റേഞ്ച് പോയിരിക്കുന്നത് 53,200 ആ ഒരു രീതിയിലേക്ക്. ആ 625 618 മാറുമ്പോൾ 2023 19,470 ആയിരുന്നു റാങ്കിന്റെ റേഞ്ച്. അത് 2024 ആകുമ്പോൾ ഏകദേശം 60,300 ആ ഒരു റേഞ്ചിലേക്ക്. വളരെ ഹ്യൂജ് ഡിഫറൻസ് ആണ് ഇതിനുള്ളിൽ കാണുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഒരു 650 എബോവ് ഉള്ളവർക്ക് ഈ പ്രാവശ്യം ഗവൺമെൻറ് തലത്തിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രമാത്രം ഒരു റേഞ്ച് കട്ട് ഓഫ് സ്കോറായിട്ട് പ്രതീക്ഷിക്കാം. ഇതേപോലെയാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ വരുന്ന സ്കോർ കാർഡുകളിൽ നിന്ന് ലഭ്യമാകുന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ഏകദേശം നീറ്റ് സ്കോർ അതിന് അനുബന്ധിച്ച് റാങ്ക് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഒരു കമ്പാരിസമാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിലെ വീഡിയോസിൽ നമ്മളുടെ സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ എത്ര സീറ്റുകൾ ഗവൺമെൻറ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ എപ്രകാരം ഏതൊക്കെ തലങ്ങളിലാണ് എന്നുള്ളത് ഷെയർ ചെയ്യപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങിനോട് അനുബന്ധിച്ചുള്ള ഇൻഫർമേഷൻസും ഈ വരും ദിവസങ്ങളിലെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലെ ബാക്കി ഇൻഫർമേഷൻസ് കാണാം. ഓക്കെ, താങ്ക് യു.